പട്ടാഭിഷേകത്തിന്റെ മുമ്പ് തന്നെ ദശരഥ മഹാരാജാവ് 3 പത്നിമാരെയും വിളിച്ച് ഇങ്ങനെ രാമന് പട്ടാഭിഷേകം ചെയ്താൽ എന്താണ്, നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്ന് ഓരോരുത്തരോടും ചോദിച്ചുറപ്പിച്ചിട്ടാണ് തീരുമാനമെടുത്തിരുന്നതെങ്കിൽ കൈകേയിയുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു മന്ദരയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പൊ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ വീട്ടിലല്ലാത്ത തേർഡ് പാർട്ടി നമ്മുടെ വീട്ടിൽ ഇടപെടുന്നത്. അപ്പോഴാണ് നമ്മൾ തമ്മിൽ സഹോദരന്മാരും ഭാര്യാഭർത്താക്കന്മാരും ഒക്കെ കലഹിക്കുന്നത്. എല്ലാ കലഹത്തിന്റെ പിന്നിലും ഒരു തുറന്ന മനസ്സില്ലായ്മ നിങ്ങൾക്ക് കാണാം. രാമായണ ഹയസ്റ്റ് മാനേജ്മെന്റ് ആണത്. എപ്പോഴും നമ്മൾ തേർഡ് പാർട്ടിയെ പിടിച്ചുകൊണ്ട് വർത്തമാനം പറയുക. പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവര് അറിയുന്നു. അപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ അടുത്ത സ്ത്രീ, അല്ല ഇന്നലെ നിന്റെ ഭർത്താവ് ആരുടെ കൂടെയാ പോയത്? ഒരു സ്ത്രീയുടെ കൂടെ പോകണുണ്ടല്ലോ എന്ന്. പോരെ, അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ തന്നെ തലേ ദിവസം ഭർത്താവ് പറയാണ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീ വരുന്നുണ്ട്, നാളെ ഞങ്ങൾ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് ഒക്കെ നിങ്ങളോട് ചോദിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെയാണ് തീരുമാനം. നിങ്ങൾക്കും അറിയാം നിങ്ങളുടെ ഭർത്താവിനെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഒരു സ്ത്രീയോട് കൂടെ പോകുന്നതെങ്കിൽ ഉടനെ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. അതല്ല അങ്ങനെ നിങ്ങളോടൊന്നും ചോദിച്ചു പറഞ്ഞിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് അടുത്ത വീട്ടിലെ സ്ത്രീ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സംശയത്തിന്റെ ഒരു വിത്ത് നിങ്ങൾ പാകി വെച്ചു. പിന്നെ നിങ്ങൾ ഭർത്താവിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ എപ്പോഴും ചോദിക്കുക, എന്റെ ഭർത്താവ് എപ്പോഴാ വന്നത്, നീ കണ്ടോ? അല്ലെങ്കിൽ ഭർത്താവ് എപ്പോഴാ പോയത്? നമ്മുടെ ഭർത്താവിനെ കുറിച്ച് നമ്മൾ അറിയുന്നതിനെ പകരം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ, ആണോ അല്ലയോ, ഇത് ഈ രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാവുമല്ലോ. സീരിയലുകളൊക്കെ കാണുന്നില്ലേ, ചില സീരിയലൊക്കെ ഇങ്ങനെയാണല്ലോ സീരിയലിന്റെയൊക്കെ കഥ പോകുന്നത്. കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം രാമായണം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം തുറന്ന മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് ചെയ്യുമ്പോണ്ടല്ലോ തേർഡ് പാർട്ടിക്ക് അതിൽ ഇടപഴകാൻ സാധ്യമല്ല. ഇനി ഇടപെട്ടാലും നമുക്കതിന് മറുപടി കൊടുത്ത് ആ പ്രശ്നത്തെ അപ്പോ തന്നെ അടയ്ക്കാൻ നമുക്ക് സാധിക്കും. അതല്ല നമ്മുടെ തുറന്ന മനസ്സ് നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ വീട്ടിലല്ലാത്ത പുറമേയുള്ള ഒരാൾക്ക് നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ഇടപഴകാൻ സാധിക്കും എന്ന് മാത്രമല്ല വലിയൊരു സംശയത്തിന്റെ ബീജം നമ്മുടെ ഉള്ളിൽ കുത്തിവെക്കാൻ നമുക്ക് അവർക്ക് സാധിക്കും. വളരെ വളരെ ചിന്തനീയമാണ് ഈ കാര്യം. പല കുടുംബ പ്രശ്നങ്ങളും ഭാര്യാഭർത്ത ബന്ധങ്ങളും പ്രശ്നത്തിലാവാനുള്ള കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും തുറന്ന മനസ്സ് ഇല്ലാതെ വരുമ്പോഴാണ്. സംശയത്തിന്റെ വിത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാവിക്കൊണ്ട് ഭാര്യ പുറത്തു പോകുമ്പോഴും സംശയം, ഭർത്താവ് പുറത്തു പോകുമ്പോഴും സംശയമൊക്കെ വരുന്നത് ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന ആളുകളുണ്ടല്ലോ എന്തു ചെയ്യുമ്പോഴും ഒന്ന് തുറന്നു പറയുന്നൊരു സമീപനം. ഈ ക്ഷേത്രം ഉണ്ടല്ലോ, ഭാരതക്ഷേത്രം എത്രയോ ശ്രേഷ്ഠമാണ്. ഒരു ഭർത്താവിന് കാവത്തെത്തി വരുന്നില്ല ഭാര്യയില്, ഭാര്യയോട് പറയാണ് തന്നെ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോവാൻ. ഭാരതത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ഭാര്യയുടെ പേരെന്താണെന്നറിയോ? ശീലാവതി എന്ന് പറയുന്നൊരു ഭാര്യ. അപ്പൊ നോക്കൂ, അതിൽ പോലും തുറന്ന മനസ്സ് കാണിച്ചിരുന്നു ഭാരതത്തിലുള്ള ആളുകൾ എന്ന് പറയാണ്. അപ്പൊ ഭാര്യ അറിയാതെ വേറൊരു ബന്ധമില്ല, ഭാര്യ അറിഞ്ഞുകൊണ്ടാണ് വേറൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് അവിടെ കുടുംബകലഹമില്ല. ഇതൊക്കെ നമുക്ക് പറയാൻ നാണമാണ് ഇന്നത്തെ കാലത്ത്. കാരണം ഇതൊക്കെ അശ്ലീലെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അങ്ങനത്തെ കഥ പറയാൻ നമ്മുടെ പൂർവികന്മാർക്ക് യാതൊരു മടിയുമില്ലാത്തതിന് കാരണം അവർ മനസ്സിലാക്കി തുറന്ന മനസ്സുള്ളിടത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്തും ഭാര്യയും ഭർത്താവും വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ദശരഥ മഹാരാജാവിന്റെ തുറന്ന സമീപനം നഷ്ടപ്പെട്ടപ്പോഴാണ് മന്ദരയ്ക്ക് കൈകേയിയെ സ്വാധീനിക്കാൻ സാധിച്ചത് എന്ന്. നേരെ മറിച്ച് നേരത്തെ തന്നെ രാജാവ് കൈകേയിയോടും മറ്റും ഈ കാര്യം ചർച്ച ചെയ്ത് ഉറപ്പിച്ചിട്ടാണ്, അവരുടെ നാവിൽ നിന്നാണ് രാമനെ പട്ടാഭിഷേകം ചെയ്ത് ഉറപ്പിക്കണം എന്ന് വന്നിരുന്നെങ്കിൽ മന്ദരയ്ക്ക് തക്ക മറുപടി കൊടുക്കാൻ
കൈകേയിക്ക് സാധിക്കുമായിരുന്നു? കൈകേയിക്ക് ദശരഥ മഹാരാജാവിന്റെ കുടുംബത്തിൽ ഒരു കലഹമുണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതെപ്പോഴും ഓർത്തു വയ്ക്കൂ. വെൻ വി ലോസ് ഓപ്പൺ മൈൻഡ്, തേർഡ് പാർട്ടി ക്യാൻ ഇന്റർഫിയർ അവർ ലൈഫ്. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടുത്താൻ, നമ്മുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്ത് പാകാൻ വേറൊരാൾക്ക് സാധിക്കും. കുടുംബ കലഹങ്ങളൊക്കെ ഉണ്ടാവുന്നതിന്റെ കാരണം, രാമായണം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, തുറന്ന മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ്. ഈ ക്ഷേത്രം ഉണ്ടല്ലോ, ഭാരതക്ഷേത്രം, എത്രയോ ശ്രേഷ്ഠമാണ്. ഒരു ഭർത്താവിന് കാമതൃപ്തി വരുന്നില്ല ഭാര്യയിൽ. ഭാര്യയോട് പറയുകയാണ് തന്നെ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോവാൻ. ഭാരതത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ഭാര്യയുടെ പേരെന്താണെന്നറിയോ? ശീലാവതി എന്ന് പറയുന്നൊരു ഭാര്യ. അപ്പൊ നോക്കൂ, അതിൽ പോലും തുറന്ന മനസ്സ് കാണിച്ചിരുന്നു ഭാരതത്തിലുള്ള ആളുകൾ എന്ന് പറയാണ്. ഇതൊക്കെ അശ്ലീലെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അങ്ങനത്തെ കഥ പറയാൻ നമ്മുടെ പൂർവികന്മാർക്ക് യാതൊരു മടിയുമില്ലാത്തതിന് കാരണം അവർ മനസ്സിലാക്കി, തുറന്ന മനസ്സുള്ളിടത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. എന്തും ഭാര്യയും ഭർത്താവും വീട്ടുകാരും അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇത് വളരെ വലിയൊരു സത്യമാണ്. അത് പെട്ടെന്നൊന്നും വരില്ല. ഇതൊക്കെയാണ് അച്ഛനമ്മമാര് കുട്ടികൾക്ക് കൊടുക്കേണ്ട ട്രെയിനിങ്. എന്ത് കാര്യം നടക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് ചെയ്യുക. ഈവൻ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, വളരെ വളരെ മെച്യൂരിറ്റി പല അച്ഛനമ്മമാര് കാണിക്കുന്നില്ല. ഒരു 10-15 വയസ്സാവുമുണ്ടല്ലോ, സാധാരണ എല്ലാ മനുഷ്യ ശരീരത്തിലും, ഏത് മൃഗത്തിന്റെ ശരീരത്തിലും സെക്ഷൽ എനർജി വരും, ലൈംഗിക ആസക്തികളൊക്കെ വരും. അപ്പോഴാണ് കുട്ടികളൊക്കെ ഈ ലൈംഗികമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക. ആ സമയത്തുണ്ടല്ലോ അച്ഛനമ്മമാര് വേണ്ട വിധത്തിൽ അവരെ വികാരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവരോട് പറഞ്ഞതിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപ്പോഴാണ് അവർ പലരും വഴിതെറ്റിപ്പോകുന്നത് പറയണം. പല പെൺകുട്ടികളും ആൺകുട്ടികളും വഴിതെറ്റിപ്പോകുന്നതിന് കാരണം ഞാൻ മനസ്സിലാക്കിയിട്ട് അവരല്ല, പെൺകുട്ടികളും ആൺകുട്ടികളല്ല കാരണം. അവരുടെ ജീവിതത്തിൽ ഇതെല്ലാം തുറന്നു പറയാനുള്ളൊരു വേദി എവിടെ ഉണ്ടാവില്ല? വീട്ടിലുണ്ടാവില്ല. കാരണം ഇതൊക്കെ പറയുന്നത് വൃത്തികേടാണ്. ഇതൊക്കെ നമ്മൾ സയൻസ് അംഗീകരിക്കണം. ഒരു ഏജ് ആവുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് മൃഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവരുടെ കാമവാസന തീർക്കും. മനുഷ്യൻ അങ്ങനെ ആവരുത്. അതിനൊരു മെച്യൂരിറ്റി അവൻ കാണിക്കണം. അപ്പൊ അങ്ങനെ മെച്യൂരിറ്റി കാണിക്കണമെങ്കിൽ ഇതെപ്പോ എങ്ങനെ ഏത് വിധത്തിലൊക്കെ കൊണ്ടു നടക്കണം എന്നത് വേണ്ട വിധത്തിൽ ആര് പറഞ്ഞ് മനസ്സിലാക്കണം? അച്ഛനമ്മമാര് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നിപ്പോ നമ്മുടെ ഗവൺമെന്റ് റിയലൈസ് ചെയ്യുന്നുണ്ട് ഈ ഫാക്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും സെക്ഷൽ എഡ്യൂക്കേഷൻ വേണം എന്നൊക്കെ. പക്ഷെ ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ പാടുമോ എന്നുള്ളതിനെ കുറിച്ചൊരു തർക്കം നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് വിദ്യാലയത്തിലല്ല പഠിപ്പിക്കേണ്ടത്. ഇത് രക്ഷിതാക്കളാണത് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ പാകപ്പെടുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരൊന്നും വഴിതെറ്റുകയില്ല. മനസ്സിലാവുണ്ടല്ലോ ഉത്തരവാദിത്വം. ഇത് വളരെ വളരെ ചിന്തനീയമാണ്. ഈ രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു കാതലാണ് ദശരഥ മഹാരാജാവ് ശ്രീരാമ പട്ടാഭിഷേകം തന്റെ പത്നിമാരോട് ആലോചിക്കാതെ ചെയ്തതിന്റെ വിപത്ത് അദ്ദേഹത്തിന് സ്വയം അനുഭവിക്കേണ്ടി വന്നു. അത് മുതലെടുത്തു ആര്? മന്ദര എന്ന് പറയാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ പലതും തുറന്നു പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ, പുറമേയുള്ളവർക്ക് മുതലെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് രാമായണം നമുക്ക് താക്കീത് തരികയാണ്. അപ്പൊ അത് കുട്ടിക്കാലത്തെ വരണം. ഇന്ന് മുതലെല്ലാം തുറന്നു പറയാൻ പോയാൽ അതും വലിയ അപകട. ചിലതെല്ലാം ഭാര്യ ഭർത്താക്കന്മാര് രഹസ്യമാക്കി വെച്ചതുണ്ടല്ലോ. എന്തായാലും സ്വാമി ഇന്ന് മുതലങ്ങോട്ട് തുറന്നങ്ങോട്ട് പറയാന്ന്. ഞാനേ കോളേജിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ശേഖരൻ എന്ന് പറയുന്ന ഒരാള് എനിക്ക് ലവ് ലെറ്റർ തന്നു. തുറന്നു പറയാന്ന് വെച്ചിട്ടാണ്. ആ തുറന്നു പറയല് ചിലപ്പം അവസാനത്തെ തുറന്നു പറയില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്തെ പ്രേമൊക്കെ ഇപ്പം തുറന്നു പറയുന്നത് എന്താ കാര്യം? മനസ്സിലായില്ലേ? അത് തുറന്ന് പറയേണ്ടടത്ത് തുറന്നു പറയണം. തുറന്നു പറയാൻ പാടില്ലാത്തടത്ത് തുറന്നു പറയാൻ പാടില്ല. ചിലതെല്ലാം മൂടി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം പിന്നീട് അനുഭവിക്കണം. കർണനെ രഹസ്യമായി പ്രസവിച്ച് കർണൻ തന്റെ കുട്ടിയാണെന്ന് കുന്തി മറച്ചു വെച്ചപ്പോ പാവം കുന്തി അറിഞ്ഞില്ല തന്റെ പുത്രനെ കൊണ്ടായിരിക്കും തന്റെ പുത്രന് മരണം എന്നുള്ളത്. അത് അവസാനം തുറന്നു പറയുമ്പോഴേക്കും കർണൻ പറഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ചിലതെല്ലാം പറയേണ്ട സമയത്ത് പറയണം.
ആ സമയത്ത് പറഞ്ഞാലേ അതിന് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഈ ഒരു തത്വം നമ്മൾ ഗ്രഹിക്കണം. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. മന്ദര ഏറെക്കുറെ തയ്യാറാക്കി കൈകേയി. മന്ദരയാണോ പ്രശ്നം ഉണ്ടാക്കിയത്? പ്രശ്നങ്ങൾ എന്നും ഉണ്ട് ലോകത്തില്. പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? ദശരഥനാണ്. ദശരഥൻ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം അതിന്റെ പിന്നിൽ വേറൊരു കാരണം ഉണ്ടാവണം. ദശരഥനെ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാരണം ഉണ്ടാവണം. അത് ദശരഥൻ പിന്നീട് നമുക്ക് തുറന്നു പറഞ്ഞു തരും. ഞാനത് മൂടി വയ്ക്കാനുള്ളൊരു കാരണം ദശരഥനെ വേട്ടയാടിയ ഒരു ദുരന്തമുണ്ട് എന്ന് പറയാണ്. അത് നമുക്ക് പിന്നീട് ദശരഥൻ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഏതായാലും മന്ദര കൈകേയിയുടെ മനസ്സിനെ മന്ദരിപ്പിച്ചു, തിരിച്ചു. കൈകേയിയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആരോടും ചോദിച്ചില്ല, സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു. മന്ദര പറയുന്നത് തന്നെ ശരി, ഇത് വേറൊരു ദുരന്തമാണ്. നമ്മളെപ്പോഴും ഉണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റാത്തവരെ വിശ്വസിക്കുക, വിശ്വസിക്കാൻ പറ്റുന്നവരെ വിശ്വസിക്കുക. വേണമെങ്കിൽ കൈകേയിക്ക് നേരിട്ട് തന്നെ വസിഷ്ഠരോടോ മറ്റോ ചോദിക്കാമായിരുന്നു. അല്ല വസിഷ്ഠരെ, അങ്ങ് രാജഗുരുവല്ലേ, അധർമ്മമല്ലേ രാജാവ് ചെയ്യുന്നത്? എനിക്ക് കന്യകാ ശുൽക്കമായി തന്ന രാജ്യം ഇങ്ങനെ രാമന് കൊടുക്കാൻ പാടുമോ എന്ന് വേണമെങ്കിൽ കൈകേയിക്ക് ആരോട് ചോദിക്കാമായിരുന്നു? ഗുരുവിനോട് ചോദിക്കാമായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരം ആർക്കുമില്ലാതെയായിപ്പോയി? കൈകേയിക്കുമില്ലാതെയായിപ്പോയി. കൈകേയി അത്രമാത്രം അതങ്ങോട്ട് സത്യമാണെന്ന് കരുതി. കാരണം പലപ്പോഴും നാം എടുത്തു ചാടുന്നത് എന്തോ ചെയ്താൽ ഇതെനിക്ക് ഭാവിയിൽ സുഖം വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എവരി ആക്ഷൻ നീഡ് നോട്ട് ബ്രിങ് ഹാപ്പിനെസ്. സുഖം തരും എന്ന് പ്രതീക്ഷിച്ചെടുത്തു ചാടിയ ചാട്ടം സുഖത്തേക്കാൾ ഉപരി കൊടുത്തത് ദുഃഖങ്ങളും ദുരന്തങ്ങളുമാണ്. അത് വളരെ 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 നമുക്ക് ഓർമ്മിപ്പിക്കുന്നൊരു ലെസനാണ്. എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുന്നതിന് മുമ്പ്, അതുകൊണ്ടായിരിക്കാം ഒരു പ്രൊവർബ് വന്നത്, തിങ്ക് ട്വൈസ് ബിഫോർ യു ആക്ട് എന്ന്. നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പും 2 വട്ടം ആലോചിക്കൂ എന്ന്. ഇതിന്റെ ദുരന്തം എന്തായിരിക്കുന്നത്? ഏതൊരു ഭരതന് വേണ്ടിയിട്ടാണോ രാജൻ ചോദിക്കാൻ വേണ്ടി കൈകേയി ദേവി മാറുന്നത്, അതേ ഭരതന്റെ വായിൽ നിന്നും ദേവി കേൾക്കുന്ന വാക്കുകൾ ഭർത്താവിനെ കൊന്ന നിശാചരി, പാപേ, ദുർമാർഗി, ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ വാക്കുകളാണ്. സന്തോഷത്തിന് പകരം കിട്ടിയത് മുഴുവൻ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. പലപ്പോഴും ഇതൊക്കെ മനുഷ്യൻ തിരിച്ചറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എടുത്തു ചാടിയിട്ട് ഭർത്താവിനോട് കുടുംബബന്ധം നശിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഭാര്യയോട് കലഹിച്ച് കുടുംബബന്ധം തകർക്കുന്നവരുണ്ട്. പിന്നീട് അവർ അതിനെക്കുറിച്ച് ഓർത്ത് ഖേദിക്കാറുമുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഖേദം വരും. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ഓരോരുത്തരുടെയും നമ്മൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. നമ്മൾ വളരെ കുറച്ച് മനസ്സിലാക്കുന്നുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ പലരുടെയും അനുഭവങ്ങളൊക്കെ നോക്കുമ്പോണ്ടല്ലോ, പലരും ജീവിതത്തിൽ പല അപകടങ്ങളും ചെയ്തത് ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുമ്പോഴാണ്. പിന്നീടാണ് ദുരന്തമായിട്ട് മാറി എന്ന് അറിയുന്നത്. അതുകൊണ്ട് കൈകേയി നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും കോപപരമായ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ നാവ് തുറക്കാൻ പ്രവർത്തിക്കാൻ പാടുള്ളൂ പറയാണ്. ചില ആളുകൾക്ക് ആ മനസ്സിന്റെ പക്വതയില്ലാത്തത് കൊണ്ട് പലപ്പോഴും അപകടത്തിലാവും. ബോംബെയിലാണ് ഒരു കുട്ടി ഏപ്രിൽ 1-ാം തീയതി അച്ഛൻ രാവിലെ മോർണിംഗ് വാക്കിന് പോയതാണ്. അമ്മയോട് പറയാണ്, അമ്മേ അച്ഛന് ആക്സിഡന്റ് പറ്റിയിട്ട് വന്നു. അമ്മ അത് കേട്ടതും ഇടും ബോധം കിട്ടു വീണു. ഓൺ ദ സ്പോട്ടിൽ അമ്മയ്ക്ക് ഹാർട്ടിന് ചില പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിൽ അമ്മ മരിച്ചു. കുട്ടി പറഞ്ഞത് അന്നത്തെ ദിവസം ഏപ്രിൽ 1 ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഫൂളാക്കുന്ന ദിവസമാണ്. ആ ഏപ്രിൽ ഫൂൾ ആക്കാൻ വേണ്ടി പറഞ്ഞ വെറുതെ അച്ഛനൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ അച്ഛൻ രാവിലെ മോർണിംഗ് അതൊരു വലിയ ദുരന്തമായി തീരുന്ന ആ കുട്ടിയും വിചാരിച്ചില്ല. ഈ പക്വതയില്ലാത്ത ആളുകളുണ്ട് കുറെ ആളുകൾ എന്ന് പറയാണ്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അത് സത്യമാണെന്ന് അങ്ങോട്ട് നിശ്ചയിച്ചുകൊണ്ട് ചാടുന്നവര്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, സത്സംഗങ്ങളിലേക്ക് പോവൂ. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കാൻ സാധിക്കില്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നവരോടെങ്കിലും
ഒന്ന് ചോദിച്ചുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ, ഒരുപക്ഷെ കൈകേയി വസിഷ്ഠരോട് ചോദിച്ചിരുന്നു എങ്കിൽ ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ ആർക്ക് സാധിക്കുമായിരുന്നു? കൈകേയിക്ക് സാധിക്കുമായിരുന്നു. വസിഷ്ഠർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, ഇല്ലേ? വേണ്ട, ഇനി വസിഷ്ഠരോടും ചോദിക്കണ്ട, വേണമെങ്കിൽ രാജാവിനോട് നേരിട്ട് ചോദിച്ചാൽ മതി. എന്തിനാ നിങ്ങൾ ഈ ഭരതനില്ലാത്ത സമയം നോക്കിയിട്ട് ഈ ചക്രവർത്തി സ്ഥാനം രാമന് കൊടുക്കാൻ നിശ്ചയിച്ചത്? ഇതിന് പിന്നിലൊരു ചതിയില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു എങ്കിൽ ദശരഥ മഹാരാജാവിന് വേണമെങ്കിൽ അത് കൺവിൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്തായാലും കൈകേയി മനസ്സിലാക്കി, പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠം വേഗം ഫലം കിട്ടുന്നത് ആക്ഷൻ ഈസ് മോർ പവർഫുൾ ദാൻ വേർഡ്സ്. അതുകൊണ്ട് നേരെ മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ടു. അന്നത്തെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ദേഷ്യം വന്നാൽ പ്രത്യേകിച്ച് റൂം കൊടുക്കുകയായിരുന്നു. അന്ന് വീട് തന്നെ ഉണ്ടാവുമായിരുന്നു. ആ വീടിന്റെ പേരാണ് ക്രോധാലയം. ഇന്ന് നമുക്ക് അങ്ങനെ റൂമില്ലാതെ ഇപ്പൊ ഇത് വലിയ സങ്കടമായിപ്പോയി. ഉണ്ട് ചിലർക്കൊക്കെ ബാത്റൂം, ക്രോധം വന്നാൽ പോകാനുള്ള മുറി, അങ്ങനെ ഒരു മുറി വേണ്ടതാണ് ശരിക്കും. ചിലരുണ്ടല്ലോ ദേഷ്യവും വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വാതിലടച്ച് ബെഡ്റൂമിൽ ചെന്നിട്ട് കേങ് എന്ന് പറഞ്ഞ അലറും. അപ്പൊ അവരെ സംബന്ധിച്ച് ഫാമിലി റൂമും ബെഡ്റൂമാണ്, ക്രോധാലയവും ബെഡ്റൂമാണ്, അതിന്റെ ഉള്ളിലാണ്. അന്ന് ക്രോധാലയം എന്ന് പറഞ്ഞിട്ട് സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. ദശരഥ മഹാരാജാവ് പൊട്ടനായിപ്പോയി. ക്രോധാലയത്തിലാണ് ഒരാളെന്നുണ്ടെങ്കിൽ വേഗം വന്ന് സ്ഥലം വിടണം എങ്ങോട്ടെങ്കിലും, ആ വഴിക്കൊന്ന് പോരുത്. പക്ഷെ പാവം പൊട്ടൻ പ്രിയേന്നും പറഞ്ഞ് തേനൊലിപ്പിക്കുന്ന നാവുമായിട്ട് ക്രോധാലയത്തിലേക്ക് ചെന്നു. ആരെ കാണാൻ? പ്രാണസഖിയെ കാണാൻ. അവിടെ ചെന്നപ്പോഴല്ലേ സിനിമാ സീനൊക്കെ കാണുന്നത്. കുട്ടിയൊക്കെ ഇങ്ങനെ നിലത്തിട്ട് സാരിയൊക്കെ കഴിഞ്ഞ് ആകെ ഒരു പ്രേതത്തെ പോലെ കിടക്കുന്നുണ്ട്. വേഗം ചെന്ന് തല തന്റെ മടിയിൽ വെച്ച് തലയൊക്കെ തലോടിക്കൊണ്ട്, പ്രാണസഖി എന്താ നീ കരയുന്നത്? എന്താ നിനക്ക് വിഷമമുണ്ടായത്? ആരാ നിന്നെ വേദനിപ്പിച്ചത്? ഒരു രാജാവിന് പറയാൻ കൊള്ളരുതാത്ത വാക്കുകളൊക്കെ ദശരഥന്റെ നാവിൽ നിന്ന് വരികയാണ്. നിന്നെ വേദനിപ്പിച്ചവൻ ആരായാലും ശരി, എന്നെ വേദനിപ്പിച്ചവന് തുല്യമായി കണ്ടവനെ ഞാൻ കൊന്നിരിക്കും. അവൻ പാപം ചെയ്യാത്തവനാണെങ്കിലും അവന് ഞാൻ വധിക്കും. ഇനി നിനക്ക് ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ വെറുതെ വിടണമെന്നാണ് നീ പറയുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അവനെ വെറുതെ വിടും. ഒരു രാജാവിനൊരിക്കലും ചേരാൻ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ തന്റെ പ്രിയയെ കൈകേയിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആര് പറഞ്ഞു? ദശരഥന്റെ നാവിൽ നിന്ന് വീണു. നോക്കൂ, അത്രമാത്രം ആ കൈകേയിയോട് ആസക്തനായിരുന്നു, അറ്റാച്ച്ഡ് ആയിരുന്നു ആര്? ദശരഥൻ എന്ന് പറയണ. ഒരു പരിധിയിലപ്പുറം നമ്മൾ ഒരാളോട് അറ്റാച്ച്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സർവനാശത്തിലേക്ക് വഴിതെളിയിക്കും എന്ന് ദശരഥൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിവേകമുള്ളവരുണ്ടല്ലോ, പ്രായം കൂടുന്തോറും ആരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം? ഈശ്വരനോടാണ് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നമ്മളെ തളർത്താനോ ദുഃഖിപ്പിക്കാനോ സാധിക്കില്ല. ഇത് പലർക്കും വിവേകം വരുന്നില്ല. അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, പക്ഷേ അറ്റാച്ച്മെന്റ് മുഴുവൻ അപ്പോഴും വീട്ടിലുള്ളവരോടും ചെറിയ ചെറിയ സാധനങ്ങളോടും കാര്യങ്ങളോടുമാണ്. അങ്ങനെ ദശരഥ മഹാരാജാവ് മടിയിൽ വെച്ച് തലയെ കൊഴിഞ്ഞുകൊടുത്ത് ഭാര്യയെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ചോദിച്ചു, പറയൂ, നിന്റെ സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യ, എന്താ നിനക്ക് വേദന ഉണ്ടാക്കിയത് എന്ന്. അപ്പോഴാണ് പറയുന്നത്, രാമന് പട്ടാഭിഷേകം ചെയ്തിരിക്കുന്ന കാര്യം അതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. അങ്ങ് പണ്ട് 2 വരം തരാന്ന് പറഞ്ഞിട്ടില്ലേ, ആ വരം ഇപ്പോ തരികയാണെങ്കിൽ എന്റെ എല്ലാ ദുഃഖങ്ങളും തീരുന്നു. ദശരഥൻ അപ്പോഴും വിചാരിച്ചില്ല ദുരന്തത്തിലേക്കാണ് പോകുന്നത് എന്ന്. ചോദിച്ചോളൂ വരം, നിനക്കെന്താ ഞാൻ തരാൻ എനിക്ക് പറ്റാത്തത്? നിനക്ക് വേണ്ടി എന്തു വരവും ഞാൻ തരില്ലേ? ചോദിക്കൂ പ്രാണസഖി പ്രിയേ എന്നൊക്കെ തോഴി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവളെ കിട്ടിയ ചാൻസ് മുതലെടുത്തു. തരാന്ന് പറഞ്ഞില്ലേ? രാമനായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന പട്ടാഭിഷേകം അത് ഭരതന് കൊടുക്കണം. അത് കേട്ടപ്പോഴേ പകുതി ഹാർട്ടിന്റെ പണി തീർന്നു. രണ്ടാമത്തതും കൊടുത്തു അങ്ങോട്ട്. രാമൻ 14 വർഷം വനവാസത്തിന് രാജാവ് ഇതാ കിടക്കണം. ഒരു വലിയ ശക്തനായ ദശരഥ മഹാരാജാവിനെ തളർത്താൻ കൈകേയിക്ക് എത്ര സമയം വേണ്ടി വന്നു? 2 സെക്കൻഡ് വേണ്ടി വന്നുള്ളൂ. കൊടുത്തു. അതോടുകൂടി ദശരഥൻ വീണു. പിന്നെ ചോദിക്കുകയാണ്, നിനക്ക്
നിന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, നിനക്ക് രാമനോടുള്ള പ്രിയം, രാമൻ ഏറ്റവും കൂടുതൽ പ്രിയം നിന്നോടാണെന്ന്. രാമൻ നിനക്ക് തന്നിട്ടേ വല്ലതും കൗസല്യയ്ക്ക് കൊടുക്കുള്ളൂ എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാമൻ എന്ത് ദോഷം ചെയ്തു? ഭരതനെ ചക്രവർത്തിയേക്ക് ഞാൻ വാഴിച്ചുകൊള്ളാം, എന്തിന് നീ രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പം രാജൻ, സത്യരഥനാവേണ്ട രാജാവ് വരങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഇപ്പോ വാക്കുകൾ മാറുന്നത് രാജാവിന് ചേർന്നതല്ല. പറഞ്ഞ കാര്യങ്ങൾ സത്യമാക്കി തീർക്കുന്നവരാണ് ആര്? രാജാവ്. രാജാവിന് മനസ്സിലായി ഇതിൽ നിന്നും കൈകേയി ഒരിക്കലും മാറുകയില്ല എന്ന്. ആ രാമനോടുള്ള ആസക്തി ഉണ്ടല്ലോ, പിന്നെ കൈകേയിയോടുള്ള കോപമായി മാറുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ദേവിയെ ചീത്ത വിളിക്കുകയാണ്. ദുഷ്ടേ, നിരാചരി, ക്രൂരേ, എന്തു പാപമാണ് നീ ചെയ്തത്? എന്റെ രാമകുമാരനെ കാട്ടിലേക്ക് അയക്കാൻ ഇത്ര പാപിയായല്ലോ നീ, ദുർവൃത്തെ എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ അങ്ങോട്ട് ചീത്ത പറയുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു, രാജൻ, സത്യലംഘനം രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ഇക്ഷ്വാകു വംശചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ സത്യം പാലിച്ചവരാണ്. അങ്ങും സത്യം പാലിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ വരങ്ങൾ എനിക്ക് തന്ന് നടപ്പിലാക്കുകയാണ് വേണ്ടത്, ഇവിടെ ഇരുന്ന് ബഹളം വെക്കുകയല്ല വേണ്ടത്. മനസ്സിലായി പരാജയപ്പെട്ടു എന്ന്. ഭൂമിയിൽ മോഹിച്ചു വീണു നിർഭാത്മനും. എത്രയോ ശക്തനായ ദശരഥ മഹാരാജാവ് ഭൂമിയിലേക്ക് വീണു. രാമരാമേതി സദാ കരയും. രാമരാമ എന്ന് കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വീണു എന്ന്. അന്നത്തെ രാത്രി ദശരഥന് നിദ്രയുമുണ്ടായില്ല നൃപേന്ദ്രന്. അന്ന് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല പറയാണ്. ക്രോധാലയത്തിലെ നിലത്ത് കിടക്കേണ്ടി വന്നു അയോധ്യാധിപനായ ദശരഥ മഹാരാജാവ്. എന്താ കാരണം? തുറന്ന മനസ്സ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തത് ഒരാളോടുള്ള അമിതമായ ആസക്തി, അറ്റാച്ച്മെന്റ്. ഒന്നുകിൽ കൈകേയിയോട്, അല്ലെങ്കിൽ രാമനോട്. പുത്രരോടോ പത്നിയോടോ ഭർത്താവിനോടോ ബന്ധുക്കളോടോ പുത്രരോടോ നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ, നിങ്ങൾ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ്. ദിസ് ഈസ് ദ ഹയസ്റ്റ് ട്രൂത്ത്. ഇപ്പൊ വിവേകമുള്ളവരെന്ത് വേണം? അവരിൽ നിന്നും മനസ്സിനെ ക്രമേണ ക്രമേണ അഴിച്ചെടുത്ത് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ഈശ്വരനെ കൂടുതൽ പ്രേമിക്കാൻ പരിശീലിക്കണം. അല്ലെങ്കിലുണ്ടല്ലോ, യു ക്യാൻ സൈലന്റ്ലി സഫർ. നിങ്ങൾക്ക് ഒരു ഭാഗത്തിരുന്ന് ദുഃഖിച്ച് ജീവിതം തീർക്കാം. ഉമിത്തിയിൽ എരിയുന്നത് പോലെ എരിഞ്ഞു തീർക്കാം. ജീവിതം അങ്ങനെ തീർക്കാനുള്ളതല്ല, ജീവിതം ഉയർത്താനുള്ളതാണ്. നമ്മൾ ഇങ്ങോട്ട് ജനിച്ചു വന്നതും ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും ഇടയ്ക്ക് വെച്ച് ഒരു ബന്ധങ്ങളും നമ്മളെ കുരുക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളിത് മറന്നുപോവാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യയിങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃത. മറന്നുപോവുകയാണ് നമ്മള്. ഇതാണ് ജീവിതം എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇതല്ല ജീവിതം. ഇതിൽ നിന്നും ഉയരേണ്ടതുണ്ട്.